ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു റുട്ടീനാണ്. നൈറ്റ് ഷിഫ്റ്റ് യൂഷ്വൽ നൈറ്റ് ഷിഫ്റ്റ് അല്ല, നൈറ്റ് ഓഫാണ്. നൈറ്റ് ഷിഫ്റ്റിന് എനിക്ക് കിച്ചൺ ഡ്യൂട്ടി ഇല്ല കേട്ടോ. ചേട്ടായിയാണ് നൈറ്റ് ഷിഫ്റ്റിൻ്റെ കിച്ചൺ ഡ്യൂട്ടി ഫുള്ളായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ നൈറ്റ് ഓഫ് ആയതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് വീണ്ടും എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരം കുഞ്ഞുമണിയുടെ കൂടെ കളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. കുഞ്ഞുമണി മമ്മി മിസ് ചെയ്തായിരുന്നു. അമ്മ മിസ് ചെയ്താ ബേബി? നൈറ്റിന് മിസ് ചെയ്താ? ഇല്ലേ, അമ്മ മിസ് ചെയ്തില്ല ബേബി? അമ്മയ്ക്ക് ഒരു ഉമ്മ തന്നെ, അമ്മയ്ക്കൊരു ഉമ്മ തന്നെ, അമ്മയ്ക്കൊരു ഉമ്മ തന്നെ, അമ്മയ്ക്കൊരു ഉമ്മ, ഉമ്മതാ, ഒരു ഉമ്മ തന്നെ, ഒരു ഉമ്മ തന്നെ. എവിടെ പോവാ ബേബി? ചേട്ടൻ എടുത്ത് പോവാണോ? ചേട്ടൻ എടുത്ത് പോവാണോ? ചേട്ടൻ എടുത്ത് പോവാണോ? അമ്മയ്ക്കൊരു ഉമ്മ തന്നെ, അമ്മയ്ക്കൊരു ഉമ്മ തന്നെ. ഉമ്മ ചേട്ടനാണോ നോക്കുന്നത്? അമ്മേന്നൊന്ന് പറഞ്ഞേ. അമ്മ, അമ്മ. എന്നാ അച്ഛ പറഞ്ഞ. അച്ചാച്ചി, അച്ചാച്ചി, അച്ചാച്ചി പറഞ്ഞേ. എങ്ങനെ അച്ചാച്ചി വിളിക്കുന്നേ? അച്ചാച്ചി. ആ ഓക്കെ. ചേട്ടാ പറഞ്ഞേ. ചേട്ടാ ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ചേട്ടാ പറഞ്ഞില്ല. ഇത് കറക്റ്റ് ചെയ്യണം. അയ്യോ, ചേട്ടയ്ക്ക് സങ്കടമാ. ചേട്ടാ കരഞ്ഞേട്ടാ. ചേട്ടാ വിളിക്കുന്നില്ല ബേബി. ഒന്ന് വിളിച്ചേ. ചേട്ടാ എന്തേ ബേബിയുടെ ചേട്ടൻ? ചേട്ടാ പറഞ്ഞേ. ചേട്ടൻ വരുന്നേരം സന്തോഷം. രാവിലെ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കൂടിരുന്ന ഒരു വായെങ്കിലും പുള്ളിക്ക് കഴിക്കണം കേട്ടോ. അപ്പോൾ അമ്പാടിക്കുട്ട സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആകുവാണ്. അമ്പാടി തനിയെ അമ്പാടിയുടെ ബാഗൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ഭയങ്കര മടിയാണ്, എന്നാലും നമ്മൾ അതൊരു ട്രെയിൻ ചെയ്യിക്കുവാണ്. പുള്ളിയുടെ ബാഗ് പുള്ളി തന്നെ സെറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പം പുള്ളി റെഡി ആകുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വന്നപ്പോഴത്തേക്കും അന്നാച്ചൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അത് കഴിച്ചു. ഇപ്പോൾ സ്കൂളിൽ പോവാണ്. Have a nice day. Have a nice day above my honey. അമ്പാടിക്കുട്ടൻ്റെ സ്കൂൾ ഇതേ തൊട്ട് വാതുക്കലാണ് കേട്ടോ. ഞാൻ ഈ വിൻഡോയിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് നോക്കത്തതേ ഉള്ളു. സൂം ചെയ്തേക്കുവാണ്. പുള്ളി ഓടിപ്പോവാണ് കേട്ടോ. ഒരു റോഡേ ഉള്ളു അതിൻ്റെ ഫ്രണ്ടിൽ. അതിൻ്റെ ഫ്രണ്ടിൽ സ്കൂളിൻ്റെ ഗേറ്റാണ്. ഇത് മെയിൻ ഗേറ്റ് അല്ല, മെയിൻ ഗേറ്റ് അപ്പുറത്താണ്. രണ്ട് സൈഡിലും ഗേറ്റ് ഉണ്ട്. അപ്പം ചേട്ടൻ പോയി. മണിക്കുട്ടിയമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. മണിക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതാണ് നെക്സ്റ്റ്. അപ്പോൾ മണിക്കുട്ടി അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. മണിക്കുട്ടി കഴിക്കുന്നത് ആപ്റ്റമിലിൻ്റെ പൊറീജാണ്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കും, പക്ഷേ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇച്ചിരി പാടല്ലേ. അപ്പോൾ അത് കാരണം എല്ലാവരും രാവിലെ സീരിയൽസൊക്കെ കഴിക്കും, അല്ലെ ബ്രെഡ് കഴിക്കും, ബേബിക്ക് ഇത് കൊടുക്കും, അങ്ങനെയൊക്കെ. ഓക്കെ, മണിക്കുട്ടി അപ്പോൾ സെറ്റായി. അപ്പോൾ കുറച്ച് ജ്യൂസും കൂടെ ഒക്കെ കൊടുത്ത് അത് കുടിച്ചിരുന്ന് പുള്ളിക്കാരി കൊക്കോയെല്ലാം കാണുവാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ, നമ്മുടെ കിച്ചൺ തൊട്ട് ഇനി ക്ലീൻ ചെയ്യണം. റൂമിലൊന്നും അത്ര പ്രശ്നമില്ല, പക്ഷെ കിച്ചൺ ആകെപ്പാടെ ഫുൾ ഡേർട്ടിയായി കിടക്കുവാണ്. അപ്പോൾ ഇത് എവിടുന്ന് തുടങ്ങുമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. എനിവേ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് തൊട്ട് തുടങ്ങാം. ഗ്യാസ് ഒന്ന് പെട്ടെന്ന് ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറിനിടാമല്ലോ. ഉച്ചയ്ക്ക് പിങ്ങിച്ചേട്ടൻ ചോറുണ്ണാൻ വരും. അപ്പം സാധാരണ നൈറ്റ് ഓഫ് ആയതുകൊണ്ടാണ്. അപ്പം ഇന്ന് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമല്ലോ. 3 ദിവസമായിട്ട് അധികമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ആ പുള്ളിക്കാരൻ്റെ കുക്കിംഗ് ഒക്കെ അല്ലായിരുന്നു. അപ്പം ഗ്യാസ് സ്റ്റോപ്പ് വൃത്തിയായി. അപ്പോൾ ഞാൻ അരി ഇടാൻ പോവാണ്. അപ്പോൾ അരി ഇട്ടാൽ ബാക്കിയെല്ലാം വൃത്തിയാകുമ്പോഴത്തേക്ക് അരി അവിടെ വെന്തോളുമല്ലോ. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ ക്ലീൻ ചെയ്ത് ഫൈനലാക്കി വെച്ചേക്കാണ്. ബേബിയുടെ ഫീഡിങ് ബോട്ടിൽസ് എല്ലാം കൂടെ നമുക്ക് ഓവനിലേക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കാം. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് റെഡിയാക്കണം. ക്ലീൻ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? എൻ്റെ നൈറ്റ് ഓഫിൻ്റെ ഒരു മെയിൻ റുട്ടീനാണിത്. പക്ഷേ എൻ്റെ ഡിപ്പെൻഡ് അപ്പോൺ ടയേർഡ്നെസ് കേട്ടോ. മോർണിംഗ് ഭയങ്കര ടയേർഡാണെങ്കിൽ ഞാൻ മോർണിംഗ് അങ്ങ് ചെയ്യത്തില്ല, ഫുഡൊന്നും ഉണ്ടാക്കത്തില്ല, ഉറങ്ങി എണീറ്റിട്ട് എന്നെ ചെയ്തോളൂ. ഇന്നിപ്പോൾ അത്ര ടയേർഡ് അല്ലാത്തതുകൊണ്ട് ഫുള്ളെല്ലാം ക്ലീൻ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ലഞ്ച് റെഡിയാക്കുവാണ്. അപ്പോൾ ഞാനിന്നൊരു സവാളത്തോരൻ, ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, സവാളത്തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ സവാളത്തോരന് എല്ലാം സെറ്റാക്കി. അപ്പോൾ സവാളത്തോരൻ വേഗം റെഡിയാക്കാം. അതിനിടെ നമ്മുടെ കുഞ്ഞുമണി ഒന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. പിന്നെ മോരുകറിയും കൂടെ ആക്കുന്നുണ്ട്. മോരുകറി ആക്കി അതിനിടയ്ക്ക് 1-2 തവണ മണിക്കുട്ടി വന്ന് വഴക്കൊക്കെ ഇട്ടു. പിന്നെ പുള്ളിക്കാരിയെ സമാധാനിപ്പിച്ച് വീണ്ടും അവിടെ കൊണ്ടിരുത്തി. എന്നിട്ട് മോരുകറി ആക്കുവാണേ. മോരുകറി റെഡിയായി. ഇനി നമുക്കൊരു മുട്ട വറുക്കാം. അപ്പോഴത്തേക്ക് പിങ്ങച്ചേട്ടൻ വന്നിട്ടുണ്ട് ചോറുണ്ണാനായിട്ട്. അപ്പം ഒരു 12:30 ആയി. അങ്ങനെ നമ്മൾ ചോറുണ്ണുവാണ്. ചോറുണ്ട് കഴിഞ്ഞാൽ നേരെ പോയി കിടന്നുറങ്ങും കേട്ടോ. അപ്പം ചേട്ടായി ഉച്ചയ്ക്ക് പോകുന്നില്ല. അപ്പം കുഞ്ഞുമണിയെ ചോറുണ്ട് കഴിയുമ്പോഴത്തേക്ക് ചേട്ടായി നോക്കിക്കോളും. പിന്നെ ഒരു ഇച്ചിരി നേരം കഴിഞ്ഞ് ഒരു 1-2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുള്ളിക്ക് എൻ്റെ അടുത്ത് പാല് കൊടുത്തിട്ട് പുള്ളിക്കാരൻ കുറച്ച് പാല് കൊടുത്ത് ഉറക്കി എൻ്റെ അടുത്ത് ഒന്ന് കിടത്തും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.